ഹായ് കൂട്ടുകാരെ, DS ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റ് ആട്ടോ. ബെറാപ്പിൾ അല്ലെ ഇലന്തപ്പഴം എന്നറിയപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു വർഷം പഴക്കമുള്ള ഒരു ഇലന്തപ്പഴത്തിൻ്റെ തൈയാട്ടോ. ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൽ നിറച്ച് കാ പിടിച്ചിരിക്കുകയാണ്. പൊതുവെ എല്ലാവരുടെയും ധാരണ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇലന്തപ്പഴം കാ പിടിക്കില്ല എന്നാണ്. അത് വെറുതെ ആട്ടോ. കൃത്യമായി പരാഗണം നടന്നു കഴിഞ്ഞാൽ ഇലന്തപ്പഴത്തിൽ നല്ലോണം കാ പിടിക്കുന്നതാണ്. ഇത് നിങ്ങളെ കാണിക്കുന്ന ഈ വെറൈറ്റി തായ്ലൻഡ് വെറൈറ്റി ആട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റിയാണ്. ഭയങ്കര മധുരമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിന് 200 രൂപയുള്ള റേറ്റ്. നമ്മൾ ഈ ഇലന്തപ്പഴം അല്ലെങ്കിൽ ബെറാപ്പിളിൻ്റെ തൈ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ മേലിൽ നിന്നാണ് തലപ്പ് വരുന്നതെങ്കിൽ അത് തന്നെ ആ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ക്വാളിറ്റിയുള്ള തൈ. നമ്മൾ ഒരിക്കൽ പോലും ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ നിന്നിട്ടുള്ള തളപ്പ് വളർത്താൻ അനുവദിക്കരുത്. അത് അപ്പം കട്ട് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ബെറാപ്പിളിൻ്റെയൊക്കെ പെട്ടെന്ന് അടിയിൽ നിന്ന് തളത്ത് കയറി വരുന്നതാണ്. അത് നമ്മൾ കട്ട് ചെയ്യണം. അതിൽ നിറച്ച് മുള്ളായിരിക്കും, നമുക്കത് പിടിക്കാൻ പോലും പറ്റില്ല, അത്രയും മുള്ളായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളത് ഒരു കാരണവശാലും കാ പിടിക്കില്ല. നോക്കിയാൽ ഈ ബെറാപ്പിളിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പം വന്ന കായാണെങ്കിലും അടുത്ത സ്റ്റേജ് പൂക്കളും ആയിട്ടുണ്ട്. നമുക്കൊരു 8 മാസം വരെ ഇതിന് കാ കിട്ടുന്നതാണ്. അതുമാത്രമല്ല, ഇത് നടുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല സ്ട്രോങ് ഒരു സപ്പോർട്ടിനൊരു സ്ട്രോങ് സ്റ്റെമ്മും വെച്ച് കൊടുത്തിട്ട് ഈ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിന് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ബെറാപ്പ് നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു സ്റ്റെമ്മോ കാര്യമൊന്നും കൊടുക്കാതെയാണെങ്കിൽ ഒരു വൃത്തിയില്ലാതെ കേട്ടോ വളരുക. പക്ഷേ അതങ്ങനെയല്ല, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെം സപ്പോർട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് വളരുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ കാ പിടിക്കാൻ. ഇനി അഥവാ ഏത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും ഫ്ലവർ വിരിയാത്ത ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ സിങ്ക് ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഫ്ലവർ വിരിയുന്നതാട്ടോ. അതുപോലെ നമ്മൾ ഈ ബെറാപ്പിൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു നല്ലോണം റൂട്ടൊക്കെ പിടിച്ചതിന് ശേഷം ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഇടവിട്ട് NPK സ്പ്രേ ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്കും ചെടി പെട്ടെന്ന് കാ പിടിക്കാനും അതേപോലെ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നല്ല കൃത്യമായിട്ട് പരാഗണം നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്നതാണ്. അതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ബെറാപ്പിൾ നടേണ്ടത്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു പുതിയ ലോഡ് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മളിപ്പോൾ ഇറക്കുന്നുണ്ട്. അതും എല്ലാം തായ്ലൻഡ് വെറൈറ്റിയാണ്. നല്ല ക്വാളിറ്റിയുള്ള തൈ ആയിരിക്കും തരുന്നത്. വളരെ ചീപ്പ് റേറ്റിനാണ് തരുന്നത്. അപ്പം ഓഫർ സെയിലായിട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. അതേപോലെ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.